ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ, എന്തായി മമ്മി? ശാപം വലിച്ചോ? അവൾക്ക് എന്തേലും സംഭവിച്ചോ? ഒന്നുമില്ല. ഞാൻ പറഞ്ഞതല്ലേ മമ്മിയോട്, നവീനെ വിവാഹം കഴിച്ച് ഞാൻ ആ വീട്ടിലേക്ക് പോയിരുന്നെങ്കിലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ലെന്ന്. അന്ന് ആ ശാപത്തിന്റെ കാര്യം പറഞ്ഞ് മമ്മി വാശി പിടിച്ചു. അല്ലെങ്കിൽ ഞാനിപ്പോ നവീന്റെ വീട്ടിലുണ്ടാവുമായിരുന്നു. ശാപത്തിന്റെ കാര്യത്തിൽ ഞാൻ ഭയപ്പെട്ടതിനൊന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ശാപത്തിന്റെ ഉഗ്രശക്തി എന്താന്ന് ഞാൻ ഇന്നലെ കണ്ടു. എന്ത് കണ്ടു എന്നാ? അയ്യോ, ഒരു വലിയ പാമ്പ് അവളെ കൊത്താനായിട്ട് അവളുടെ മുറിയിലേക്ക് പോയി. അത് അവളെ കാൽക്കച്ചെന്ന് നിന്നു. എന്നിട്ട് അവൾ പക്ഷെ ആ നാഗത്തെ കണ്ട് പേടിച്ചേയില്ല. പകരം അവൾ ആ നാഗത്തിന്റെ മുന്നിൽ കൈകൂപ്പി. അത്ഭുതം എന്നേ പറയണ്ടു. മമ്മി ആരുടെ കാര്യം ഈ പറയുന്നേ? കൃഷ്ണയുടെ കാര്യാണോ അതോ ഈ സൂപ്പർമാന്റെ സ്റ്റോറിയോ? അവൾ ആരാ മമ്മി? അവളെ കണ്ട് സർപ്പം പിന്തിരിയാൻ അവൾ അത്രയ്ക്ക് വലിയ ആളാണോ? അവക്ക് എന്തോ ദിവ്യശക്തി ഉണ്ട്. അതെനിക്ക് ബോധ്യപ്പെട്ട കാര്യമൊന്നുമില്ല. മമ്മി, ഇത് പട്ട പകല. വെറുതെ ആവശ്യമില്ലാതെ ഭ്രാന്ത് വിളിച്ച് എന്നോട് പറയരുത്. ശാപം ശാപം എന്ന് പറഞ്ഞു കിടന്നുറങ്ങിയിട്ട് മമ്മി കണ്ട സ്വപ്നമായിരിക്കും ഇതൊക്കെ. ഓ, വേറൊന്നും കിട്ടിയില്ലേ മമ്മിക്ക് ഈ ദിവ്യശക്തി അവൾക്ക് പതിച്ചു കൊടുക്കാൻ? ഗതമോളെ, ഞാൻ പറഞ്ഞ സത്യമാണ്. സത്യമോ നുണയോ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. മമ്മി എത്രയും പെട്ടെന്ന് അവൾ അവിടെ നിന്ന് ഇറക്കിയിട്ട് എന്നെ ആ വീട്ടിലേക്ക് കയറ്റാനുള്ള ഏർപ്പാടുകൾ നോക്ക്. അത് പെട്ടെന്ന് പറ്റില്ല. വൈ? ശാപം ഇപ്പോഴും ഈ കുടുംബത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞിട്ടില്ല, അത്ര തന്നെ. ഞാനേ വന്നിട്ട് നമുക്കെല്ലാം നേരിട്ട് സംസാരിക്കാം. ഞാൻ ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങുക. മമ്മി, ഇതൊന്നും പറഞ്ഞ പറ്റില്ല. ഇനി എന്നെ കൊണ്ട് ക്ഷമിക്കാനാവില്ല. പറഞ്ഞ് എന്നെ പറ്റിക്കാണ് മമ്മി. ഗാഥ, മൈൻഡ് യുവർ വേർഡ്സ്. ഇന്നലെ ഇതേ കാര്യം പറഞ്ഞ് നീ എന്നെ സംശയിച്ചു. ആ സംശയം മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുടുംബത്തിൽ വന്ന് കാവല് കടന്നത്. എന്നെ ഇവര് ബഹുമാനത്തോടെ സ്വീകരിച്ചു. പക്ഷെ ഇവിടെയുള്ളവരുടെ മനസ്സില് അതത്ര നല്ല കാര്യമായിട്ട് ഇരിക്കുവോ? എന്നിട്ട് അതുപോലെ സഹിച്ചില്ലേ ഞാൻ നിനക്ക് വേണ്ടിട്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം. മമ്മി പ്ലീസ്. തൽക്കാലം അടങ്ങ് ഗാഥ. ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞില്ലേ? എന്താ മാണിക്കുഞ്ഞെ, എന്താ നീ ഇത്ര അതിശയത്തോടെ നോക്കുന്നത്? അല്ല, കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം മരുമോളുടെ സ്വർണ്ണം എണ്ണി നോക്കുന്ന അമ്മായിമ്മമാരെ ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. പക്ഷെ മുടി എണ്ണി നോക്കുന്ന അമ്മായിമ്മയെ ഞാൻ ആദ്യമായിട്ട് കാണുവോ? അതിന് ഞാൻ ഗാഥയുടെ അമ്മായിയമ്മയാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്?